എല്ലാവർക്കും സ്മാർട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ സ്മാർട്ട് സ്പോക്കൺ ഇംഗ്ലീഷിലൂടെ ടെൻസിൻ്റെ 5 ക്ലാസ്സുകൾ പഠിച്ചു തീർത്തു. അതിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ 5 ക്ലാസ്സിലും 1ാമത്തെ ക്ലാസ് മുതൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ 1ാമത്തെ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് എ സെന്റൻസ് നമ്മൾ പഠിച്ചു. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സെന്റൻസിന്റെ സ്ട്രക്ചർ വരുന്നത്? ആദ്യം സബ്ജക്റ്റ് വരും, രണ്ടാമത് വെർബ് വരും, മൂന്നാമത് ഓബ്ജക്റ്റ് വരും. മലയാളത്തിലെ സെന്റൻസിന്റെ സ്ട്രക്ചർ ആദ്യം സബ്ജക്റ്റ്, രണ്ടാമത് ഓബ്ജക്റ്റ്, മൂന്നാമത് വെർബ് വരും. അതുമാത്രമല്ല, 1ാമത്തെ ക്ലാസ്സിൽ ടെൻസിന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷനും നമ്മൾ പഠിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എങ്ങനെ നിർമ്മിക്കാം എന്ന് പഠിച്ചു. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ആ കാര്യങ്ങൾ വളരെ വിശദമായി നമ്മൾ 2ാമത്തെ ക്ലാസ്സിൽ പഠിച്ചു. 3ാമത്തെ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ 100 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. ഐ ലൈക്ക് ടീ, എനിക്ക് ചായ ഇഷ്ടമാണ്. ഐ ഡു നോട്ട് ലൈക്ക് ടീ, എനിക്ക് ചായ ഇഷ്ടമില്ല. ഡു യു ലൈക്ക് ടീ, നിനക്ക് ചായ ഇഷ്ടമാണോ? ഡോണ്ട് യു ലൈക്ക് ടീ, നിനക്ക് ചായ ഇഷ്ടമല്ലേ? തുടങ്ങി 4 രീതികളിലുള്ള 100 സെന്റൻസുകൾ 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. 4ാമത്തെ ക്ലാസ്സിൽ ഈസ് ആർ ആം വെച്ച് എങ്ങനെ നമുക്ക് സെന്റൻസിൽ ഞാൻ എന്തെങ്കിലും ആണ് എന്ന് പറയാം എന്നുള്ള ഭാഗം നമ്മൾ പഠിച്ചു. അതും 4 ടൈപ്പിൽ നമ്മൾ പഠിച്ചു. ഹി ഈസ് എ ഫാർമർ, അവനൊരു കൃഷിക്കാരനാണ്. ഹി ഈസ് നോട്ട് എ ഫാർമർ, അവനൊരു കൃഷിക്കാരനല്ല. ഈസ് ഹി എ ഫാർമർ, അവനൊരു കൃഷിക്കാരനാണോ? ഇസിൻ ഹി എ ഫാർമർ, അവനൊരു കൃഷിക്കാരനല്ലേ? അങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായി ഈ വിവരങ്ങൾ പഠിച്ചു. 4ാമത്തെ ക്ലാസ്സിൽ വന്നപ്പോൾ നമ്മൾ പൊസഷനെ കുറിച്ചാണ് പഠിച്ചത്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, പൊസഷനെ കുറിച്ച് പറയുവാൻ എങ്ങനെ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാമെന്ന് പഠിച്ചു. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ഓബ്ജക്റ്റ്. ഐ ഹാവ് മണി വിത്ത് മീ, എൻ്റെ കയ്യിൽ പണമുണ്ട്. ഐ ഹാവ് നോ മണി വിത്ത് മീ, എൻ്റെ കയ്യിൽ പണമില്ല. ഇത്രയും 5 ക്ലാസ്സുകളാണ് നമ്മൾ ടെൻസിന്റെ കോഴ്സിൽ ഇതുവരെയും പഠിച്ചത്. ആ ടെൻസിന്റെ ക്ലാസ്സിൽ തന്നെ 6ാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്. 6ാമത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ പഠിച്ചതെല്ലാം ഒരുമിച്ച് ഒരു ക്ലാസിന്റെ അകത്ത് കൊണ്ടുവന്ന് സെന്റൻസുകൾ നമുക്ക് നന്നായി നിർമ്മിക്കാൻ തക്ക വിധത്തിൽ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ 6ാമത്തെ ക്ലാസിന്റെ ഉദ്ദേശം. നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാതെ എല്ലാവരും ഈ വീഡിയോ നന്നായി ആദ്യം മുതൽ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുകയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നോട്ട് എഴുതിയെടുക്കുകയും ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും. മാത്രമല്ല, ഈ ക്ലാസ് നമ്മൾ ഓരോ ക്ലാസ്സുകളായി പഠിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ വളരെ നന്നായിട്ട് ഗ്രാമർ പഠിക്കാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ടെൻസ് എന്ന് പറയുന്ന ഭാഗം ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏകദേശമൊക്കെ നമ്മൾ പഠിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം അത്രയും വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ടെൻസ്. ഈ 6ാമത്തെ ക്ലാസ്സിൽ വിശദമായി സെന്റൻസുകൾ നിർമ്മിക്കാൻ നമുക്ക് പഠിക്കാം. ഏകദേശം 100ൽ പരം സെന്റൻസുകൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായി നിങ്ങൾ കാണുകയും പഠിക്കുകയും നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 1ാമത്തെ സെന്റൻസ് ഞാൻ ആദ്യം മലയാളം പറയും, എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ്. ഞാൻ മലയാളം പറയുമ്പോൾ തന്നെ അതിന്റെ ഇംഗ്ലീഷ് മനസ്സിൽ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അവൻ എന്നും രാവിലെ സ്കൂളിൽ പോകാറുണ്ട്. ഹി ഗോസ് ടു സ്കൂൾ എവറി മോർണിംഗ്. പോവുക എന്ന വാക്കിന് വെർബ് ഗോ ആണ്, നമുക്കറിയാം. എന്തുകൊണ്ട് ഇവിടെ ഗോസ് വന്നു? കാരണം ഹി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ വെർബിനോടുകൂടെ എസ് അല്ലെങ്കിൽ ES ചേർക്കും. അങ്ങനെയാണ് ഹി ഗോസ് ടു സ്കൂൾ എവറി മോർണിംഗ് എന്ന് വന്നത്. അപ്പോ അവൾ എന്നും രാവിലെ സ്കൂളിൽ പോകാറുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഹീക്ക് പകരം അവൾ എന്ന വാക്ക് ഷീ ഉപയോഗിക്കുന്നു. ഷീ ഗോസ് ടു സ്കൂൾ എവറി മോർണിംഗ്. ഇനി നമുക്ക് 2 പേര് അവിടെ ഉപയോഗിച്ച് നോക്കാം. ഞാനിവിടെ ടോം, ടിറ്റു എന്ന 2 പേര് ഉപയോഗിക്കുകയാണ്. ടോം ആൻഡ് ടിറ്റു എങ്ങനെ ഉപയോഗിക്കും? ഗോ ടു സ്കൂൾ എവറി മോർണിംഗ്. ടോമും ടിറ്റുവും എന്നും രാവിലെ സ്കൂളിൽ പോകാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോം ആൻഡ് ടിറ്റു സിംഗുലർ സബ്ജക്റ്റ് അല്ല, പ്ലൂറൽ സബ്ജക്ട്സ് ആണ്, ബഹുവചനമാണ്. 2 സബ്ജക്ട്സ് ഈസ് ദെയർ. ബഹുവചനമായതുകൊണ്ട് വെർബായിട്ട് നമ്മൾ അതിന്റെ 1ാമത്തെ ഫോം ഉപയോഗിച്ചാൽ മതി. ടോം ആൻഡ് ടിറ്റു ഗോ ടു സ്കൂൾ എവറി മോർണിംഗ്. 4ാമത്തെ സെന്റൻസ് ഞാൻ എന്നും രാവിലെ സ്കൂളിൽ പോകാറുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ എന്നുള്ള ഐ ആണ്. ഐ വരുമ്പോൾ
വെർബിന്റെ ഒന്നാമത്തെ ഫോം നമ്മൾ ഉപയോഗിച്ചാൽ മതി. എസും ഇഎസും ചേർക്കണ്ട. ഐ ഗോ ടു സ്കൂൾ എവറി മോർണിംഗ്. ഞങ്ങൾ എന്നും രാവിലെ സ്കൂളിൽ പോകാറുണ്ട്. എങ്ങനെ പറയാം? വി ഗോ ടു സ്കൂൾ എവറി മോർണിംഗ്. ഇനി നീ സ്കൂളിൽ പോകാറുണ്ടോ? നമുക്കറിയാം പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ആക്സിലറി വെർബ് ആദ്യം കൊണ്ടുവന്ന് ബാക്കി സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് എഴുതിയാൽ മതി. നീ സ്കൂളിൽ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആക്സിലറി വെർബ് ഡു ആണ്. ഡു യു ഗോ ടു സ്കൂൾ? നീ സ്കൂളിൽ പോകാറുണ്ടോ? ഏഴാമത്തെ സെന്റൻസ്, നീ സ്കൂളിൽ പോകാറില്ലേ? ഡോണ്ട് യു ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിൽ പോകാറുണ്ടോ? ഡസ് ഹി ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിൽ പോകാറില്ലേ? ഡസിൻ ഹി ഗോ ടു സ്കൂൾ? അടുത്ത 10ാമത്തെ സെന്റൻസ് നോക്കൂ. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറില്ല. നമുക്കറിയാം നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ ആക്സിലറി വെർബിനും ഇടയ്ക്ക് നോട്ട് ചേർത്താൽ മതി. വളരെ വിശദമായി നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ നിർമ്മിക്കാം? ഹി ഡസ് നോട്ട് ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറില്ല. എങ്ങനെ പറയാം? ഞാൻ എന്നതിന് ഐ ആണ്. അപ്പോൾ ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ എവറി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. വി ഗോ ടു സ്കൂൾ എവറി ഡേ. 13ാമത്തെ സെന്റൻസ്, അവൻ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കാറുണ്ട്. ഹി ഡ്രിങ്ക്സ് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. പ്രഭാത ഭക്ഷണത്തിന് നമ്മൾ പറയാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയും, രാത്രിത്തെ ഭക്ഷണത്തിന് സപ്പർ എന്ന് പറയും. അപ്പോൾ അവൻ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കാറുണ്ട് എന്ന് പറയുന്നത് ഹി ഡ്രിങ്ക്സ് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കാറുണ്ട്. എങ്ങനെ പറയാം? ഐ ഡ്രിങ്ക് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പ്രഭാത ഭക്ഷണത്തോടൊപ്പം കോഫി കുടിക്കാറുണ്ട്. എങ്ങനെ പറയാം? ഐ ഡ്രിങ്ക് കോഫി അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കാറുണ്ട്. അവൾ എന്നതിന് ഷീ ആണ്. ഷീ ഡ്രിങ്ക്സ് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കാറുണ്ട്. എങ്ങനെ പറയാം? വി ഡ്രിങ്ക് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. 18ാമത്തെ സെന്റൻസ് നോക്കൂ. നീ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു യു ഡ്രിങ്ക് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? നീ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കാറില്ലേ? ഡോണ്ട് യു ഡ്രിങ്ക് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? അടുത്ത 20ാമത്തെ സെന്റൻസ് നോക്കൂ. അവൻ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കാറുണ്ടോ? ഡസ് ഹി ഡ്രിങ്ക് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? ഞാൻ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കാറില്ല. എങ്ങനെ പറയാം? ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കാറില്ല. എങ്ങനെ നമുക്ക് പറയാം? ഷീ ഡസ് നോട്ട് ഡ്രിങ്ക് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. 23ാമത്തെ സെന്റൻസ് നോക്കൂ. അവൻ വളരെ നന്നായി അധ്വാനിക്കാറുണ്ട്. അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ വർക്ക് എന്ന വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ നന്നായി എന്ന് പറയുമ്പോൾ വെരി ഹാർഡ്. എങ്ങനെ ഉപയോഗിക്കാം? അപ്പോൾ അവൻ വളരെ നന്നായി അധ്വാനിക്കാറുണ്ട്. ഹി വർക്ക്സ് വെരി ഹാർഡ്. ഞാൻ വളരെ നന്നായി അധ്വാനിക്കാറുണ്ട്. ഐ വർക്ക് വെരി ഹാർഡ്. അവർ വളരെ നന്നായി അധ്വാനിക്കാറുണ്ട്. ദേ വർക്ക് വെരി ഹാർഡ്. അവൾ വളരെ നന്നായി അധ്വാനിക്കാറുണ്ട്. ഷീ വർക്ക്സ് വെരി ഹാർഡ്. ഞങ്ങൾ വളരെ നന്നായി അധ്വാനിക്കാറുണ്ട്. വി വർക്ക് വെരി ഹാർഡ്. ടോം വളരെ നന്നായി അധ്വാനിക്കാറുണ്ട്. ടോം വർക്ക്സ് വെരി ഹാർഡ്. നീ വളരെ നന്നായി അധ്വാനിക്കാറുണ്ടോ? ഡു യു വർക്ക് വെരി ഹാർഡ്? നീ വളരെ നന്നായി അധ്വാനിക്കാറില്ലേ? ഡോണ്ട് യു വർക്ക് വെരി ഹാർഡ്? ഞാൻ വളരെ നന്നായി അധ്വാനിക്കാറില്ല. ഐ ഡു നോട്ട് വർക്ക് വെരി ഹാർഡ്. അവൻ വളരെ നന്നായി അധ്വാനിക്കാറില്ല. ഹി ഡസൻറ്റ് വർക്ക് ഓർ ഹി ഡസ് നോട്ട് വർക്ക് വെരി ഹാർഡ്. അവൻ വളരെ നന്നായി അധ്വാനിക്കാറുണ്ടോ? ഡസ് ഹി വർക്ക് വെരി ഹാർഡ്? നിങ്ങളുടെ മകൻ വളരെ നന്നായി അധ്വാനിക്കാറില്ലേ? ഡോണ്ട് യുവർ സൺ വർക്ക് വെരി ഹാർഡ്? ഞങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നത്. താമസിക്കുക എന്നതിന് ലീവ് എന്ന വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഇൻ കേരള, കേരളത്തിൽ. നമ്മൾ ഇതേപോലുള്ള ചെറിയ വാക്കുകളുടെ അർത്ഥമൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് പ്ലേലിസ്റ്റിന്റെ അകത്ത് ഒരു വീഡിയോ ചെയ്ത് ഞാനിടും. അറ്റ്, ഇൻ തുടങ്ങിയിട്ടുള്ള വാക്കുകളുടെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് സെന്റൻസ് ഉണ്ടാക്കാൻ പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ 35ാമത്തെ സെന്റൻസ് നമുക്ക് നോക്കാം. ഞങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നത്. വി ലീവ് ഇൻ കേരള. ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത്. ഐ ലീവ് ഇൻ കേരള. അവൾ കേരളത്തിലാണ് താമസിക്കുന്നത്. ഷീ ലീവ്സ് ഇൻ കേരള. നമുക്കറിയാം
ഐ വരുമ്പോഴും വി വരുമ്പോഴും ഒക്കെ ലീവാണ്. ഷീ വരുമ്പോൾ ലീവ്സ് വരും. കാരണം നമ്മൾ പഠിച്ചു സബ്ജക്റ്റായി ഹി, ഷീ, ഇറ്റ് എന്നിവ വന്നാൽ, അല്ലെങ്കിൽ സിംഗുലർ നെയിം അല്ലെങ്കിൽ സിംഗുലർ നൗൺ വന്നു കഴിഞ്ഞാൽ വെർബിനോടുകൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. അതാണ് ഇവിടെ ഷീ ലീവ്സ് ഇൻ കേരള എന്ന് വന്നത്. ഞങ്ങൾ കേരളത്തിലല്ല താമസിക്കുന്നത്. വി ഡു നോട്ട് ലീവ് ഇൻ കേരള. അവൾ കേരളത്തിലല്ല താമസിക്കുന്നത്. ഷീ ഡസ് നോട്ട് ലീവ് ഇൻ കേരള. ആ ഒരു മാറ്റം ശ്രദ്ധിക്കണം. വി ഡു നോട്ട് ലീവ് ഇൻ കേരള, ഞങ്ങൾ കേരളത്തിലല്ല താമസിക്കുന്നത്. ഷീ വന്നപ്പോൾ ഷീ ഡസിൻറ്റ് അഥവാ ഡസ് നോട്ട് ലീവ് ഇൻ കേരള എന്ന് മാറി. 40ാമത്തെ സെന്റൻസ്, എന്റെ സഹോദരൻ കേരളത്തിലാണ് താമസിക്കുന്നത്. മൈ ബ്രദർ ലീവ്സ് ഇൻ കേരള. 41ാമത്തെ സെന്റൻസ് നോക്കൂ. നീ കേരളത്തിലാണോ താമസിക്കുന്നത്? ഡു യു ലീവ് ഇൻ കേരള? നീ കേരളത്തിലല്ലേ താമസിക്കുന്നത്? ഡോണ്ട് യു ലീവ് ഇൻ കേരള? നിന്റെ സഹോദരൻ കേരളത്തിലാണോ താമസിക്കുന്നത്? ഡു യുവർ ബ്രദർ ലീവ് ഇൻ കേരള? നിന്റെ സഹോദരൻ കേരളത്തിലല്ലേ താമസിക്കുന്നത്? ഡോണ്ട് യുവർ ബ്രദർ ലീവ് ഇൻ കേരള? എന്റെ അധ്യാപകൻ കേരളത്തിലല്ല താമസിക്കുന്നത്. മൈ ടീച്ചർ ഡസൻറ്റ് ലീവ് ഇൻ കേരള ഓർ മൈ ടീച്ചർ ഡസ് നോട്ട് ലീവ് ഇൻ കേരള. എന്റെ അയൽക്കാരൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. മൈ നെയ്ബർ ലീവ്സ് ഇൻ ഡൽഹി. അവൻ അവന്റെ പല്ല് 2 നേരം തേക്കാറുണ്ട്. പല്ല് തേക്കുക എന്ന് പറയുമ്പോൾ ബ്രഷ് ചെയ്യുക എന്നൊരു വാക്ക് അല്ലെങ്കിൽ ബ്രഷ് എന്ന വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അവൻ അവന്റെ പല്ല് 2 നേരം തേക്കാറുണ്ട്. 2 നേരം എന്നുള്ളത് ട്വൈസ്, ഒരു ദിവസം 2 നേരം എന്ന് പറയുമ്പോൾ ട്വൈസ് എ ഡേ എന്ന പദം നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അവൻ അവന്റെ പല്ല് 2 നേരം തേക്കാറുണ്ട്. എങ്ങനെ എഴുതാം? ഹി ബ്രഷസ് ഹിസ് ടീത്ത് ട്വൈസ് എ ഡേ. ഞാൻ എൻ്റെ പല്ല് 2 നേരം തേക്കാറുണ്ട്. ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ. ഞങ്ങൾ ഞങ്ങളുടെ പല്ല് 2 നേരം തേക്കാറുണ്ട്. വി ബ്രഷ് അവർ ടീത്ത് ട്വൈസ് എ ഡേ. ഞാൻ എൻ്റെ പല്ല് 2 നേരം തേക്കാറില്ല. എങ്ങനെ എഴുതാം? ഐ ഡു നോട്ട് ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ. നിന്റെ പല്ല് 2 നേരം തേക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു യു ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ? നിന്റെ പല്ല് 2 നേരം തേക്കാറില്ലേ? ഡോണ്ട് യു ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ? 53ാമത്തെ സെന്റൻസിൽ ബിനുവും മനുവും 2 പേര് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. അവരുടെ പല്ല് 2 നേരം തേക്കാറുണ്ട്. എങ്ങനെ എഴുതാം? ബിനുവും മനുവും. ബിനു ആൻഡ് മനു ബ്രഷ് ദെയർ ടീത്ത് ട്വൈസ് എ ഡേ. എന്തുകൊണ്ട് ഇങ്ങനെ ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം. ബിനുവും മനുവും പ്ലൂറൽ സബ്ജക്റ്റ് വന്നതുകൊണ്ട് വെർബിന്റെ 1ാമത്തെ ഫോം, ബ്രഷിന്റെ 1ാമത്തെ ഫോം, എസും ചേർക്കണ്ട ഇ എസും ചേർക്കാതെ വെറും ബ്രഷ് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ബിനു ആൻഡ് മനു ബ്രഷ് അവരുടെ ദെയർ ടീത്ത് ട്വൈസ് എ ഡേ. അവരുടെ പല്ല് 2 നേരം തേക്കാറുണ്ട്. 54ാമത്തെ സെന്റൻസ്, അവളുടെ മകൻ അവന്റെ പല്ല് 2 നേരം തേക്കാറുണ്ട്. ഹെർ സൺ ബ്രഷസ് ഹിസ് ടീത്ത് ട്വൈസ് എ ഡേ. അവളുടെ മകൻ അവന്റെ പല്ല് തേക്കാറുണ്ടോ? ഡസ് ഹെർ സൺ ബ്രഷ് ഹിസ് ടീത്ത്? എന്റെ ഇളയ സഹോദരൻ അവന്റെ പല്ല് 2 നേരം തേക്കാറുണ്ട്. മൈ യങ്ങസ്റ്റ് ബ്രദർ ബ്രഷ് ഹിസ് ടീത്ത് ട്വൈസ് എ ഡേ. ഇളയ സഹോദരൻ എന്ന് പറയുമ്പോൾ യങ്ങസ്റ്റ് ബ്രദർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഏറ്റവും ഇളയ സഹോദരൻ എന്നൊക്കെ അർത്ഥത്തിൽ. ജ്യേഷ്ഠൻ നമ്മൾ പറയുന്നത് എൽഡർ ബ്രദർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ മൈ യങ്ങർ ബ്രദർ ബ്രഷ് ഹിസ് ടീത്ത് ട്വൈസ് എ ഡേ. 57, അവളുടെ മകൾ പല്ല് 2 നേരം തേക്കാറുണ്ട്. ഹിസ് ഡോട്ടർ ബ്രഷ് ഹെർ ടീത്ത് ട്വൈസ് എ ഡേ. അവളുടെ മകൾ പല്ല് 2 നേരം തേക്കാറില്ല. എങ്ങനെ എഴുതാം? ഹെർ ഡോട്ടർ ഡസ് നോട്ട് ബ്രഷ് ഹെർ ടീത്ത് ട്വൈസ് എ ഡേ. അവർക്ക് പരസ്പരം അറിയാം. ദേ നോ ഈച്ച് അതർ. അറിയുക എന്നതിന് നോ എന്ന ഇംഗ്ലീഷ് വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോ എന്ന വെർബ് KNOW. അപ്പൊ പരസ്പരം എന്നതിന് ഈച്ച് അതർ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതാം? അവർക്ക് പരസ്പരം അറിയാം. ദേ നോ ഈച്ച് അതർ. ഞങ്ങൾക്ക് പരസ്പരം അറിയാം. വി നോ ഈച്ച് അതർ. നിങ്ങൾക്ക് പരസ്പരം അറിയാമോ? ഡു യു നോ ഈച്ച് അതർ? എനിക്ക് അവനെ അറിയാം. ഐ നോ ഹിം. നിനക്ക് അവനെ അറിയാമോ? ഡു യു നോ ഹിം? എനിക്ക് അവനെ അറിയില്ല. ഐ ഡോണ്ട് നോ ഹിം. നിനക്ക് അവനെ അറിയില്ലേ? ഡോണ്ട് യു നോ ഹിം? നിനക്ക് ഞങ്ങളുടെ അയൽവാസിയെ അറിയാമോ? അയൽക്കാരൻ, അയൽവാസി എന്ന് പറയുമ്പോൾ നെയ്ബർ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക.
അപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം ഇവിടെ? നിനക്ക് ഞങ്ങളുടെ അയൽവാസിയെ അറിയാമോ? ഡു യു നോ അവർ നെയ്ബർ? എനിക്ക് നിങ്ങളുടെ സഹോദരനെ അറിയാം. ഐ നോ യുവർ ബ്രദർ. അവൻ എന്നെ നന്നായി അറിയാം. ഹീ നോസ് മീ വെരി വെൽ. നിനക്ക് എൻ്റെ സ്കൂൾ അറിയാമോ? ഡു യു നോ മൈ സ്കൂൾ? നിനക്ക് ഇംഗ്ലീഷ് ഗ്രാമർ അറിയില്ലേ? ഡോണ്ട് യു നോ ഇംഗ്ലീഷ് ഗ്രാമർ? ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറുണ്ട്. എങ്ങനെ എഴുതാം? ഉറങ്ങുക എന്നതിന് സ്ലീപ്പാണ്, നമുക്കറിയാം. ഐ സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറുണ്ട്. വി സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ. അവൻ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറുണ്ട്. ഹീ സ്ലീപ്സ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറില്ല. ഐ ഡു നോട്ട് സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ. നീ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറുണ്ടോ? ഡു യു സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ? ഉച്ചയ്ക്ക് ശേഷം നീ ഉറങ്ങാറില്ലേ? ഡോണ്ട് യു സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ? ടോം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. സംസാരിക്കുക എന്നതിന് സ്പീക്ക് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. നന്നായി എന്നതിന് വെരി വെൽ എന്ന വാക്ക്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ടോം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ടോം സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. ടോം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. ടോം ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഞാൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. നന്നായി എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുമ്പോൾ തന്നെ വെരി വെൽ എന്ന രണ്ട് വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നന്നായി എന്ന അർത്ഥം വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ 80ാമത്തെ സെന്റൻസിലേക്ക് പോകാം. ഞങ്ങൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. വി സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. അവൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഹീ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. നീ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ? നീ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ? ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ? നീ നിന്റെ മാതൃഭാഷ സംസാരിക്കാറില്ലേ? മാതൃഭാഷ മദർ ടങ് നമുക്കറിയാം. ഡോണ്ട് യു സ്പീക്ക് യുവർ മദർ ടങ്? എൻ്റെ സഹോദരൻ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാറുണ്ട്. മൈ ബ്രദർ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. നീ ഹിന്ദി സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഹിന്ദി? നിന്റെ സഹോദരൻ തമിഴ് സംസാരിക്കാറില്ലേ? ഡോണ്ട് യുവർ ബ്രദർ സ്പീക്ക് തമിഴ്? അവർ പഴവർഗ്ഗങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ദേ ലൈക്ക് ഫ്രൂട്ട്സ് വെരി മച്ച്. ഞാൻ പഴവർഗ്ഗങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ഫ്രൂട്ട്സ് വെരി മച്ച്. ഞങ്ങൾ പഴവർഗ്ഗങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നില്ല. വി ഡു നോട്ട് ലൈക്ക് ഫ്രൂട്ട്സ് വെരി മച്ച്. അവൻ പഴവർഗ്ഗങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഹീ ലൈക്സ് ഫ്രൂട്ട്സ് വെരി മച്ച്. നീ പഴവർഗ്ഗങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഡു യു ലൈക്ക് ഫ്രൂട്ട്സ് വെരി മച്ച്? നീ പഴവർഗ്ഗങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നില്ലേ? ഡോണ്ട് യു ലൈക്ക് ഫ്രൂട്ട്സ് വെരി മച്ച്? അടുത്ത സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊസിഷനെ കുറിച്ചാണ്. സ്ഥാനം അല്ലെങ്കിൽ അവസ്ഥ. ടെൻസിന്റെ 4ാമത്തെ പാർട്ടിൽ വളരെ നന്നായിട്ട് പൊസിഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഹീ ഷീ ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ വെർബായിട്ട് ഈസും, ഐയോട് ആമും, വി ദേ യു എന്നിവയോട് ആറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 94ാമത്തെ സെന്റൻസ്, അവനൊരു ഡ്രൈവറാണ്. ഹീ ഈസ് എ ഡ്രൈവർ. ഈസ് ആണ് ഇവിടെ വെർബ്, കാരണം നമുക്കറിയാം ഹീ സബ്ജക്റ്റ് ആയിട്ട് വന്നു. അവനൊരു ഡ്രൈവർ അല്ല. ഹീ ഈസ് നോട്ട് എ ഡ്രൈവർ. അവനൊരു ഡ്രൈവർ ആണോ? ഈസ് ഹീ എ ഡ്രൈവർ? നിങ്ങൾ ഡ്രൈവർ ആണോ? ആർ യു ഡ്രൈവർ? ഞാനൊരു ഡ്രൈവറാണ്. ഐ ആം എ ഡ്രൈവർ. ടോം ഒരു ഡ്രൈവറാണ്. ടോം ഈസ് എ ഡ്രൈവർ. അവനൊരു ഡ്രൈവർ അല്ലേ? ഈസ് ഇൻ ഹി എ ഡ്രൈവർ? അവർ പെയിന്റർമാരാണ്. ദേ ആർ പെയിന്റേഴ്സ്. അവൻ വളരെ ദയാലുവാണ്. ഹീ ഈസ് വെരി കൈൻഡ്. ദയക്ക് കൈൻഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. വളരെ ദയാലു എന്നതിന് വെരി കൈൻഡ് നമുക്ക് ഉപയോഗിക്കാം. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഹീ ഈസ് സ്റ്റിൽ എലൈവ്. ഇപ്പോഴും എന്നതിന് സ്റ്റിൽ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. എലൈവ് ജീവിച്ചിരിക്കും. ഹീ സ്റ്റിൽ എലൈവ്. അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ദേ ആർ സ്റ്റിൽ എലൈവ്. നമ്മൾ പൊസിഷനെ കുറിച്ച് പഠിച്ചതിന് ശേഷം പഠിച്ചൊരു ഭാഗമാണ് പൊസഷൻ എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത്. നമുക്കറിയാം ഐ, വി, യു, ദേ എന്നിവയോട് ഹാവും, ഹീ ഷീ ഇറ്റ് എന്നിവയോട് ഹാസുമാണ് നമ്മളിവിടെ ഉപയോഗിക്കുക.
105-ാമത്തെ സെന്റൻസ് നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ട്. വി ഹാവ് എ ലൈബ്രറി. ഞങ്ങൾക്ക് ലൈബ്രറി ഇല്ല. വി ഹാവ് നോ ലൈബ്രറി. അവനൊരു ലൈബ്രറി ഉണ്ട്. ഹി ഹാസ് എ ലൈബ്രറി. അവർക്കൊരു ലൈബ്രറി ഉണ്ട്. ദേ ഹാവ് എ ലൈബ്രറി. എനിക്കൊരു ലൈബ്രറി ഉണ്ട്. ഐ ഹാവ് എ ലൈബ്രറി. 110-ാമത്തെ സെൻസ് നോക്കാം. അവർക്ക് കായലിന്റെ കരയിൽ മനോഹരമായ ഒരു വീടുണ്ട്. ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ് ഓൺ ദ ലേക്ക്. ഞങ്ങൾക്ക് മനോഹരമായ ഒരു ഭവനമുണ്ട്. വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഹോം. എനിക്കൊരു സംശയമുണ്ട്. ഐ ഹാവ് എ ഡൗട്ട്. അവൾക്കൊരു സംശയമുണ്ട്. ഷീ ഹാസ് എ ഡൗട്ട്. അവനൊരു വളർത്തു പട്ടിയുണ്ട്. ഹി ഹാസ് എ പെറ്റ് ഡോഗ്. ഞങ്ങൾക്കൊരു പഴയ അംബാസിഡർ കാർ ഉണ്ട്. വി ഹാവ് എൻ ഓൾഡ് അംബാസിഡർ കാർ. ഇങ്ങനെ 115 സെന്റൻസ് നമ്മൾ ഈ ഭാഗത്തിൽ ശ്രദ്ധിച്ചു. മൊത്തത്തിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉദാഹരണങ്ങൾ ഇവിടെ വെച്ച് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഈ ചാനൽ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആഴ്ചകളിലും അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ആദ്യം തന്നെ കാണുവാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുവാൻ വേണ്ടി ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രാമറിൻ്റെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെയും എല്ലാവർക്കും ബൈ.